നമ്മൾ അറിയേണ്ട കാര്യം പച്ചക്കറി മാർക്കറ്റ് ആയാലും ഏത് ഫിഷ് ആൻഡ് മീറ്റ് ഒക്കെ വിൽക്കുന്ന മാർക്കറ്റുകളായാലും അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യുന്നതിനുള്ള സൗകര്യം, വൃത്തിയുള്ള സംവിധാനങ്ങൾ, ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് ഉണ്ടാവുക, തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള പരിസരം ഉണ്ടാവുക, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് നഗരസഭയിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. എൻ്റെ പേര് ഡോക്ടർ ജയശ്രീ. പാളയം പച്ചക്കറി മാർക്കറ്റ് പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നഗര ഹൃദയത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ് നിലവിലുള്ള പാളയം പച്ചക്കറി മാർക്കറ്റ്. നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണത്. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് വലിയ രീതിയിൽ വൃത്തിഹീനമായിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. ഡ്രെയിനേജുകളുടെ ശോച്യാവസ്ഥ, നിലവിലുള്ള കെട്ടിടങ്ങളുടെ ശോച്യാവസ്ഥ, ആളുകൾക്ക് മൂവ് ചെയ്യുന്നതിനുള്ള സ്ഥലത്തിൻ്റെ കുറവ്, ഇതൊക്കെ ആ പ്രദേശത്തിൻ്റെ വൃത്തിയും അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യത്തെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുകൊണ്ടാണ് പുതിയ സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി നമ്മൾ ഒരു പുതിയ സംവിധാനം ഒരുക്കുന്നത്. നമ്മൾ അറിയേണ്ട കാര്യം പച്ചക്കറി മാർക്കറ്റ് ആയാലും ഏത് ഫിഷ് ആൻഡ് മീറ്റ് ഒക്കെ വിൽക്കുന്ന മാർക്കറ്റുകളായാലും അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യുന്നതിനുള്ള സൗകര്യം, വൃത്തിയുള്ള സംവിധാനങ്ങൾ, ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് ഉണ്ടാവുക, തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള പരിസരം ഉണ്ടാവുക, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ കോഴിക്കോട് നഗരം അന്താരാഷ്ട്ര തലത്തിൽ വരെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നഗരത്തിൻ്റെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണർ നമ്മൾ ഏറ്റവും ഭംഗിയോടും കൂടി എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും ആരോഗ്യവും അവരുടെ മൂവ്മെൻറ്റിനും സജ്ജമാക്കത്തക്ക രീതിയിൽ നമുക്ക് പുതുക്കി പണിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പുതിയ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനെല്ലാം ഉള്ള സൗകര്യങ്ങൾ പാളയം മാർക്കറ്റിൽ, പുതിയ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.